ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 2 ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ, മലയാളത്തിലുള്ള എക്സ്പ്ലനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആക്ടിവിറ്റീസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് ചാപ്റ്റർ നോക്കാം. ഹിയർ ആർ സം പീപ്പിൾ ഹൂ മെയ്ഡ് ഇറ്റ് ബിഗ് അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. ഇവിടെ കുറച്ച് ആളുകളുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ആരൊക്കെയാണത്? സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, അരുണിഷിമ സിൻഹ, രവീന്ദ്ര ജെയിൻ അല്ലേ. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ആരായിരുന്നു? ബ്രിട്ടീഷ് ഫിസിസ്റ്റും കോസ്മോളജിസ്റ്റും ആൻഡ് ഓതറും. ദ ഫസ്റ്റ് ഫീമെയിൽ ആംപ്യൂട്ടി ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ് അല്ലേ. മൗണ്ട് എവറസ്റ്റ് ഫസ്റ്റ് കീഴടക്കിയ ആളാണ്. പിന്നെ ആരാണ്? ഇന്ത്യൻ മ്യൂസീഷ്യൻ, കോമ്പോസറും ലിറിക്സും ആൻഡ് പ്ലേബാക്ക് സിംഗറുമാണ് രവീന്ദ്ര ജെയിൻ. ഇത്രയും ആളുകളെ ഒരു പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇൻട്രൊഡക്ഷനായിട്ട്. ഇനി നൗ റീഡ് ആൻഡ് എക്സേർപ്റ്റ് ഫ്രം ചാപ്റ്റർ 1 ഓഫ് ഹെലൻ കെല്ലർസ് ഓട്ടോബയോഗ്രഫി. ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫി എടുത്ത ഒരു ഭാഗമാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ നമുക്ക് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ഹെലൻ കെല്ലറിനെ കുറിച്ചിട്ട് ആദ്യം അറിയണം. അപ്പോൾ നമുക്ക് ഹെലൻ കെല്ലറിനെ കുറിച്ചിട്ട് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ഹെലൻ കെല്ലർ വാസ് ബോൺ ഇൻ അലബാമ, യുഎസ്എയിലെ അലബാമയിൽ 1880 1968 എന്ന കാലഘട്ടത്തിൽ ആയിരുന്നു ഹെലൻ കെല്ലർ അല്ലേ. ജനിച്ചത് എന്നാണ് 1880 ജനിച്ചു. ഷീ ലോസ് ഹെർ സൈറ്റ് ആൻഡ് ഹിയറിംഗ് 19 months ആഫ്റ്റർ ബർത്ത് ഡ്യൂ ടു ആൻ അൺഡയഗ്നോസ്ഡ് ബ്രെയിൻ ഡിസീസസ്. അങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ബ്രെയിൻ ഡിസീസസ് വന്നിട്ട് ഹെലൻ കെല്ലറുടെ കാഴ്ചയും കേൾവിയും നഷ്ടമായി. ഷീ വെൻറ്റ് ടു ഓൺ ബിക്കം ദ ഫസ്റ്റ് ഡിഫറൻ്റ്ലി ഏബിൾ പേഴ്സൺ ടു ഗ്രാജുവേറ്റ് ഇൻ അമേരിക്ക. അമേരിക്കയിലെ ഒരു ഫസ്റ്റ് ഡിസേബിൾ പേഴ്സണായിട്ട് ഹെലൻ കെല്ലർ അറിയപ്പെട്ടു. ഷീ വാസ് കൺസിഡേർഡ് വൺ ഓഫ് 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ കൺട്രി. ആ കൺട്രിയിലുള്ള ഒരുപാട് പേർക്ക് ഇൻഫ്ലുവൻസറായി മാറി. ടുഡേ ഹെലൻ കെല്ലർ ഈസ് എ സിമ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, എൻഡ്യൂറൻസ് ആൻഡ് സ്ട്രഗിൾസിൻ്റെയും എൻഡ്യൂറൻസിൻ്റെയും ഡിറ്റർമിനേഷൻ്റെയും ഒരു സിമ്പിളായിട്ടാണ് ഇന്ന് ഹെലൻ കെല്ലർ അറിയപ്പെടുന്നത്. ഹെർ ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഈസ് എ റെക്കോർഡ് ഓഫ് ഹെർ സ്ട്രഗിൾ ആൻഡ് സക്സസ്. അവളെ ഓട്ടോബയോഗ്രഫി, അവളുടെ ജീവചരിത്രത്തിലെ ഒരു സക്സസ് ആയിട്ടുള്ള സ്ട്രഗിൾസിൻ്റെയും സക്സസിൻ്റെയും കഥയാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് നോക്കാം. ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് മച്ച് ലൈക്ക് എവറി അതർ ലിറ്റിൽ ലൈഫ് അല്ലേ. ഒരു സാധാരണ പെൺകുട്ടിയെ പോലെയുള്ള ഒരു ജീവിതം തന്നെയാണ് എൻ്റെ ജീവിതവും തുടങ്ങിയത്. ഐ കെയിം, ഐ സോ, ഐ കോൺക്വേർഡ് ആസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡസ്. ഞാനായിരുന്നു എൻ്റെ ഫാമിലിയിലെ ഫസ്റ്റ് ബേബി, ഫസ്റ്റ് കുട്ടി. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺക്വേർഡ് എന്ന് പറഞ്ഞാൽ ആധിപത്യം സ്ഥാപിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ദ വാസ് ദ യൂഷ്വൽ എമൗണ്ട് ഓഫ് ഡിസ്കഷൻസ് ഓൺ എ നെയിം ഫോർ മീ. ഒരുപാട് എനിക്ക് എന്ത് പേരിടണം എന്ന് ഉള്ളതിൽ ഒരുപാട് ഡിസ്കഷൻ അവിടെ നടന്നിരുന്നു. ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി വാസ് നോട്ട് ടു ബി ലൈറ്റ്ലി നെയ്മഡ്. എവ്രി വൺ വാസ് എംഫതറ്റിക് എബൌട്ട് ദാറ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ പേരല്ല ഇടേണ്ടത് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മിൽഡർഡ് ക്യാംപെൽ. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് ആദ്യം സജസ്റ്റ് ചെയ്ത പേര് എന്തായിരുന്നു? മിൽഡർഡ് ക്യാംപെൽ എന്നായിരുന്നു. ഷി വാസ് വൺ ഓഫ് അവർ ഹൈലി എസ്റ്റീംഡ് ആൻസിസ്റ്റർ. ആ ഒരു പേരെന്ന് പറയുന്നത് അവളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന പൂർവ്വകാല ഒരാളുടെ പേരായിരുന്നു. അപ്പോൾ അങ്ങനെ ബട്ട് ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിയിങ് മീ ടു ചർച്ച് മൈ ഫാദർ ഫോർഗോട്ട് ദ നെയിം ഓൺ ദ വേ. അങ്ങനെ ചർച്ചിലേക്ക് പോയിട്ടാണല്ലോ പേരിടുക. ആ സമയത്ത് ഫാദർ ആയിരുന്നു അവളെ ക്യാരി പിടിച്ചിരുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ അവളുടെ അച്ഛൻ എന്ത് ചെയ്തു? പേര് നെയിം മറന്നുപോയി. വെൻ ദ ചർച്ച് മിനിസ്റ്റർ ആസ്ക്ഡ് ഹിം ഫോർ ഇറ്റ്. അപ്പോൾ ചർച്ച് മിനിസ്റ്റർ ചോദിച്ചു എന്താണ് പേര്. ഹി ഗേവ് ദ നെയിം ഹെലൻ ആദംസ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ പേരെന്താണ്? ഹെലൻ ആദംസ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ഹെലന് പേര് കിട്ടിയത്. ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം എന്ന് കണ്ടോ? അതിനുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ ഇപ്പോൾ. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഐ ഷോഡ് മെനി സൈൻ ഓഫ് ആൻ ഈഗർ സെൽഫ് അസേർട്ടിങ് disposition
when I was still a baby. കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ എന്ത് കാട്ടുമായിരുന്നു, സ്വന്തമായിട്ട് ചെയ്യുന്നതിൽ വളരെയധികം ആകാംക്ഷ കാണിച്ചിരുന്നു. സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആകാംക്ഷ കാണിച്ചിരുന്നു. ഐ വാസ് സ്റ്റിൽ എ ബേബി ആയിരുന്ന സമയത്ത്. ഐ ഇൻസിസ്റ്റ് അപ്പോൺ ഇമിറ്റേറ്റിംഗ് എവറിത്തിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡൂയിങ്. ഐ ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എന്നെ നിർബന്ധിച്ചിരുന്നു. എന്താണ് എവറിത്തിങ്, ഇമിറ്റേറ്റ് പറഞ്ഞാൽ എന്താ, മറ്റുള്ളവരെ പോലെ കാണിക്കാൻ വേണ്ടി ഇമിറ്റേറ്റ് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ചിരുന്നു. ഐ സോ അതർ പീപ്പിൾ ഡൂയിങ്, മറ്റുള്ള ആളുകൾ ചെയ്യുന്നത്. അറ്റ് 6 months ഐ കുഡ് പൈപ്പ് ഔട്ട് ഹൗ ഡേ ഡൈ. അല്ലേ, എന്താ പറഞ്ഞത്, 6 മാസമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉറക്കെ ഇങ്ങനെ ഒരു സൗണ്ട് പുറപ്പെടുവിച്ചു. എന്താണ് പറഞ്ഞത്, ഹൗ ഡു യു ഡു എന്നാണ് ഹൗ ഡൈ എന്ന് അവിടെ കൊടുത്തിട്ടുള്ളത്. 6 മാസമാകുമ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അത് പുറത്തേക്ക് വന്നത് ഹൗ ഡൈ എന്നുള്ള സൗണ്ടിലാണ്. ഹൗ ഡു യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് സൗണ്ട് ഉണ്ടാക്കിയിരുന്നു. വൺ ഡേ ഐ അട്രാക്റ്റഡ് എവറി വൺസ് അറ്റൻഷൻ ബൈ സേയിങ്. ഒരു ദിവസം അങ്ങനെ ഞാൻ എല്ലാവരുടെ അറ്റൻഷനും നേടി ഒരു വാക്ക് പറഞ്ഞപ്പോൾ. എന്ത് പറഞ്ഞപ്പോൾ, ടീ ക്വൈറ്റ് പ്ലെയിൻലി. ടീ എന്ന് പറഞ്ഞ സൗണ്ട് പുറത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ്, എനിക്ക് സുഖമില്ലാതായപ്പോൾ, ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺ ഇൻ ദീസ് ഏർലി മന്ത്സ്. മുന്നേ പഠിച്ചിരുന്ന മുന്നത്തെ മാസങ്ങളിൽ പഠിച്ചിരുന്ന ഒരു വേർഡ് എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നു. അസുഖം വരുന്നതിൻ്റെ മുന്നേ ഞാൻ പഠിച്ചിരുന്നു. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. ആ വേർഡ് എന്തായിരുന്നു, വാട്ടർ എന്നുള്ള ആ വേർഡ് എനിക്ക് ഓർമ്മ വന്നു. ഐ കണ്ടിന്യൂ ടു മേക്ക് സം സൗണ്ട് ഫോർ ദാറ്റ് വേർഡ് ആഫ്റ്റർ ഓൾ അതർ സ്പീച്ച് വാസ് ലോസ്റ്റ്. എനിക്ക് സംസാരമൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആ വേർഡ് പറയാൻ വേണ്ടി ശ്രമിച്ചു. ഐ സ്റ്റോപ്ഡ് മേക്കിംഗ് ദ സൗണ്ട് വ ഓൺലി വെൻ ഐ ലേൺ ടു സ്പെൽ ദ വേർഡ്. പക്ഷെ എനിക്ക് ആ വേർഡ് പറയാൻ പറ്റിയില്ല. എനിക്ക് വ എന്നുള്ള ഒരു സൗണ്ട് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റിയത്. അവിടെ ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അമ്മയുടെ മടിത്തട്ടിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. ദേ ടെൽ മീ ഐ വാക്ക്ഡ് ദ ഡേ. എൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞിരുന്നു ഐ വാക്ക് ദ ഡേ ഐ വാസ് എ ഇയർ. ഞാനൊരു വയസ്സായപ്പോൾ നടന്ന കാര്യം. മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബ് ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹെർ ലാപ്പ്. എൻ്റെ മദർ എന്നെ എടുത്തുകൊണ്ട് ബാത്ത് ടബിൻ്റെ അവിടേക്ക് പോയി. ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിങ് ഷാഡോസ് ഓഫ് ലീവ്സ് ദാറ്റ് ഡാൻസിങ് ഇൻ ദ സൺലൈറ്റ് ഓൺ ദ സ്മൂത്ത് ഫ്ലോർ. ഫ്ലോറിൽ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് അട്രാക്റ്റഡായി. എന്തിന്മേലെ, ഫ്ലിക്കറിങ് ഷാഡോ, ഒരു നിഴൽ. എന്തിൻ്റെ നിഴലാണ്, മിന്നി മാറിയ, അതായത് സൺലൈറ്റിൽ, സൂര്യപ്രകാശത്തിൽ മിന്നി പറയുന്ന ആ നിഴൽ കണ്ട്, ലീവ്സിൻ്റെ നിഴൽ കണ്ടിട്ട് ഞാൻ ആ ഫ്ലോറിലൂടെ പെട്ടെന്ന് ആ ആകാംക്ഷയിലൂടെ ഓടിയതാണ്. ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ് ആൻഡ് ആൾമോസ്റ്റ് റാൻ ടുവേർഡ്സ് ദം. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അത് പോയി. ബട്ട് ദ ഇമ്പൾസ് വാസ് ക്വിക്ക്ലി ഗോൺ. പക്ഷെ എന്താണ്, ആ സഡൻലി ആക്ഷൻ പെട്ടെന്ന് തന്നെ മാഞ്ഞുപോയി. അതായത് പെട്ടെന്ന് ആ ഒരു ആകാംക്ഷയിൽ ചെയ്തതാണ്, അത് അപ്പം തന്നെ മറന്നുപോയി. ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹെർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹെർ ഹാംസ്. അങ്ങനെ ഞാൻ അവിടെ താഴെ വീഴുകയും കരയുകയും അപ്പോൾ ഓടി വന്ന് എൻ്റെ അമ്മ എന്നെ എടുക്കുകയും അമ്മയുടെ കൈകൊണ്ട് എടുക്കുകയുമാണ് ചെയ്തത്. ദീസ് ഹാപ്പി ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ഈ ഹാപ്പി സന്തോഷത്തിൻ്റെ ദിവസം അധികം നാൾ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് 1 year, ഒരു വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. വൺ ബ്രീഫ് സ്പ്രിംഗ് വെൻ ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സാങ് ദെയർ മെലഡിയസ് സോങ്. ഇവിടെ 2 ബേർഡ്സിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. റോബിൻ ആൻഡ് മാക്കോയിങ് ബേർഡ്സ് സാങ് ഇൻ മെലഡിയസ് സോങ് അല്ലേ. എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. ഒരു സമ്മർ കാലത്ത് എന്താണ്, ഈ 2 കിളികൾ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. പിന്നെ ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ് അല്ലേ, ബ്ലൂമിങ് പൂ വിരിയുന്നുണ്ട്, ഫ്രൂട്ട്സും റോസസൊക്കെ വിരിയുന്ന ആ കാലം. ആൻഡ് ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. എന്നാൽ ഓട്ടം കാലത്തോ ഈ ഫ്രൂട്ട്സും ലീവ്സൊക്കെ എന്ത് ചെയ്യും, കൊഴിഞ്ഞു പോകും. ഇറ്റ് ഹാപ്പൻ ഇൻ ഫെബ്രുവരി. അതുപോലെ സംഭവിച്ചത് ഒരു ഫെബ്രുവരിയിലായിരുന്നു. ഇൻ ദ മിഡിൽ ഓഫ് വിൻ്ററിൻ്റെ പകുതി സമയത്താണ് അത് സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്, ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ.
എന്നേക്കുമായിട്ട് എൻ്റെ കാഴ്ചയും കേൾവിയൊക്കെ നഷ്ടപ്പെട്ടത് അതായിരുന്നു. ദ ഡോക്ടർ തോട്ട് ഐ വുഡ് നോട്ട് ലീവ്. ഡോക്ടർ വിചാരിച്ച എന്താ, ഞാനിനി ജീവിക്കില്ല എന്ന്. ബട്ട് ഏർലി വൺ മോർണിംഗ് ദ ഫീവർ ലെഫ്റ്റ് ടു മീ. പക്ഷേ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ പനിയെല്ലാം മാറി. ദർ വാസ് ഗ്രേറ്റ് റിജോയ്സിങ് ഇൻ ദ ഫാമിലി ദാറ്റ് മോർണിംഗ്. അങ്ങനെ എല്ലാവരും എനിക്ക് വീണ്ടും എൻ്റെ ഫാമിലിയിലേക്ക് റിജോയ്സിങ് അല്ലെ സന്തോഷമായിട്ട് വന്നു. ഞാൻ എൻ്റെ പനിയൊക്കെ മാറി ഹാപ്പിയായി. ബട്ട് നോ വൺ, നോട്ട് ഈവൻ ദ ഡോക്ടർ. പക്ഷെ ആർക്കും അറിയില്ല, നോട്ട് ഈവൻ ദ ഡോക്ടർ, ഡോക്ടറിന് പോലും മനസ്സിലായില്ല. ന്യൂ ദാറ്റ്, അറിഞ്ഞില്ല എന്ത്, ഐ വുഡ് നെവർ സീൻ ഓർ ഹിയർ അഗെയിൻ. എനിക്കൊരിക്കലും കാണാനോ സംസാരിക്കാനോ കഴിയില്ല എന്ന്, കാണാനോ കേൾക്കാനോ കഴിയില്ല എന്ന് ഡോക്ടർക്ക് പോലും മനസ്സിലായില്ല. ഐ ഫാൻസി ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ് മെമ്മറീസ് ഓഫ് ദാറ്റ് ഇൽനെസ്. ആ ഇൽനെസ്സിനെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴും എന്താ ഈ ഒരു കൺഫ്യൂഷൻ എനിക്ക് വന്നു. ഐ എസ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ് വിച്ച് മൈ മദർ ട്രൈ ടു സൂത്ത് മീ ഇൻ മൈ വേക്കിംഗ് ഹവേഴ്സ്. അല്ലേ, അപ്പോഴും ഞാൻ ഉണരുമ്പോഴും എന്താ എൻ്റെ അമ്മ എന്നെ തലോടിക്കൊണ്ട്, അമ്മമാർ നമുക്ക് അസുഖം വന്നാലുള്ള ആ കെയറിങ് ഇല്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആൾസോ റിമെമ്പർ ദ പെയിൻ ആൻഡ് കൺഫ്യൂഷൻ വിത്ത് വിച്ച് ഐ വോക്ക് അപ്പ് ആഫ്റ്റർ ദ ഡിസ്റ്റർബിങ് സ്ലീപ്പ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഒരു അസുഖവും ആ ഒരു കൺഫ്യൂഷൻ വന്നതും ഒക്കെ ഞാനിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഐ വോക്ക് അപ്പ് ആഫ്റ്റർ എ ഡിസ്റ്റർബിങ് സ്ലീപ്പ്. ആ ഡിസ്റ്റർബ് ചെയ്യുന്ന ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഐ ടേൺ മൈ ഐസ് എവേ ഫ്രം ദ വൺസ് ലവ് സൈറ്റ്. ഞാൻ എന്താണ് ഒരുപാട് വെളിച്ചത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ബട്ട് എക്സെപ്റ്റ് ഫോർ ദീസ് ഫ്ലീറ്റിംഗ് മെമ്മറീസ്. പക്ഷേ എന്താണ് എൻ്റെ ആ വെളിച്ചത്തിലുള്ള ഓർമ്മയൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ഇറ്റ് ഓൾ സീംസ് വെരി അൺറിയൽ. എനിക്കൊരു റിയൽ അല്ലാത്ത രീതിയിൽ ഞാനിപ്പോഴും അത് കാണുന്നു. ലൈക്ക് എ നൈറ്റ്മെയർ. ഞാനൊരു വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. പക്ഷേ ഞാൻ അതിൽ നിന്നും എന്തായി, ഞാനത് മറികടന്ന് ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് മീ. ഞാനിപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ ഞാൻ സൈലൻസും ഡാർക്ക്നെസ്സും ഒക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി അറൗണ്ട് മീ അത് ഞാൻ ഉൾക്കൊണ്ട് തുടങ്ങി. ഐ ഫോർഗോട്ട് കംപ്ലീറ്റ്ലി ദാറ്റ് ഇറ്റ് ഹാഡ് ഓൾ ബീൻ വെരി ഡിഫറെൻറ്റ്. ഐ ഫോർഗോട്ട്, അത് മറക്കാൻ എന്നുള്ളത് എന്താണ്, ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു. ഇറ്റ് വാസ് മൈ ടീച്ചർ ഹൂ ചേഞ്ച്ഡ് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. എന്നെ അതിന് സഹായിച്ചത് ആരാണ്? എൻ്റെ ടീച്ചറാണ് അല്ലേ. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. പക്ഷേ എൻ്റെ 19 മാസം വെരി ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്കെല്ലാം കാണാൻ കഴിയും അല്ലേ, എല്ലാം കേൾക്കാൻ കഴിയും. ഐ ഹാഡ് ഓഫ് ഗ്ലിംബ്ഡ് ഓഫ് ബോർഡ്. ആ സമയത്ത് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. ഗ്രീൻ ഫീൽഡ് അല്ലേ, പച്ച നിറഞ്ഞ എന്താണ് പാടങ്ങൾ കണ്ടിട്ടുണ്ട്. ലൂമറിയസ് സ്കൈ അല്ലേ, മിന്നിത്തിളങ്ങുന്ന ആകാശങ്ങൾ കണ്ടിട്ടുണ്ട്. ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, മരങ്ങളും പൂക്കളും എല്ലാം ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. ആ ഓർമ്മയൊന്നും എൻ്റെ മനസ്സിൽ നിന്നും ഇപ്പോഴും മാഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോവുഡ് കുഡ് നോട്ട് ഹോൾലി ബ്ലോട്ട് ദം ഔട്ട്. പക്ഷേ എത്ര ഇരുട്ട് വന്നാലും ഈ ഒരു ഓർമ്മയൊന്നും എന്നിൽ നിന്ന് മാഞ്ഞു പോവില്ല. അതൊന്നും പുറത്തേക്ക് പോവാതെ തന്നെ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ ജീവചരിത്രത്തിൽ നിന്നെടുത്ത ഒരു പാഠഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.